അതുപോലെ കേരളത്തിലെ ഈ മന്തി, ബിരിയാണി അതുപോലത്തെ അറബിക് ഡിഷൊക്കെ നിരോധിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? നിരോധിക്കുമെന്നല്ല, ഇപ്പോൾ നമുക്കറിയാം നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വിവാദങ്ങളുടെ മുൻപന്തിയിലുണ്ട്. അപ്പോൾ അതൊന്ന് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു സാധനം വരുന്നത്. കേരളത്തിലെ അറേബ്യൻ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആരോപിച്ചുകൊണ്ട് തൃശ്ശൂരുള്ള BJP ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ NIA അന്വേഷിക്കണമെന്ന് പറയാൻ ഈ BJP ആരാ NIAയോട് അന്വേഷിക്കണമെന്ന് പറയാം? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറേബ്യൻ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലുകൾക്കൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പങ്കുണ്ടോ, അല്ലെങ്കിൽ അവർ വരുന്ന അതിലേക്ക് വരുന്ന പണത്തെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ അതിനെതിരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് BJP പറയുന്നത്. ഓ, രാജ്യസ്നേഹം അല്ലേ? രാജ്യസ്നേഹമാണ്, തീർത്തും രാജ്യസ്നേഹം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ. എന്താണെങ്കിലും ഹിന്ദുക്കളെ, ദൈവങ്ങളെ സംരക്ഷിക്കാൻ പോയിട്ട് യേശുവിനെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. ഇനി യേശുവിൻ്റെ പേര് മിണ്ടരുത് ആരും, ക്ഷേത്രങ്ങളുടെ മുന്നിൽ പോലും മറ്റൊരു ദേവതകളുടെ പേര് മിണ്ടരുത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനി നമ്മുടെ യേശുദാസ് ഉണ്ടല്ലോ, പാട്ടൊക്കെ പാടുന്ന യേശുദാസ്, അദ്ദേഹത്തിൻ്റെ മതം മാറാൻ പോകുകയാണ് എന്നുള്ള ചില സൂചനകളൊക്കെ. പേര് മാറ്റേണ്ടി വരുമല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റണം, കാരണം അദ്ദേഹത്തിൻ്റെ മതം മാറിയെങ്കിൽ മാത്രമേ, അദ്ദേഹം ക്രിസ്ത്യാനിയാണല്ലോ. നീ ക്രിസ്ത്യാനി പാടുന്ന പാട്ട് അയ്യപ്പനും ഗുരുവായൂരപ്പനും കേരളത്തിലെ ബാക്കിയുള്ള ദേവതകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അദ്ദേഹം മതം മാറണം, അല്ലെങ്കിൽ അദ്ദേഹം പാട്ട് പാടാതിരിക്കണം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒഴിവാക്കേണ്ടി വരും. എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇവരുടെ ഈ രീതി വെച്ചിട്ടാണെങ്കിൽ. കാരണം ഒരു ക്ഷേത്ര സന്നിധിയിൽ ഒരു പാട്ട് പാടുന്നു, പാട്ട് പാടുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 300 മീറ്റർ അപ്പുറം ഇപ്പുറം ഒരു പള്ളിയാണ്. ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോഴും പള്ളിക്കാർ സഹായിക്കാറുണ്ട്, വിളക്ക് കത്തിച്ച് അതിന് പിന്തുണ അറിയിക്കാറുണ്ട്. പള്ളിയിൽ യുദ്ധത്തിൽ പരിപാടി നടത്തുമ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരും സഹായിക്കാറുണ്ട്. ഇതിനകത്തെല്ലാം എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ള മതസ്ഥരെ ഇത് പണം വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ മറ്റൊരു മതത്തിൻ്റെ ഇതും പണം വാങ്ങരുത്. ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് പരിപാടിയെങ്കിൽ ഇസ്ലാമിൻ്റെ കയ്യിലോ ക്രിസ്ത്യാനികളുടെ കയ്യിലോ മതമില്ല എന്ന് പറയുന്നവരുടെ കയ്യിലോ ഒന്നും പിരിവ് നടത്തരുത്. ഇത് കണ്ണി കാണുന്ന ലോകത്തുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിരിവ് വാങ്ങിച്ചിട്ട് ആ പിരിവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദം ഉണ്ടായതായിരുന്നല്ലോ, ഒരു കുഴിമന്തി കടയിൽ പോസ്റ്ററിൽ ഒരു കൃഷ്ണന്റെ പടം വന്നതിൻ്റെ പേരിൽ, വിഷുവിൻ്റെ പേരിൽ. അപ്പോൾ കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം അത്തരത്തിലാണ് എന്നുള്ള രീതിയിലേക്ക് ആക്ഷേപിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. ചിലപ്പം അതിൻ്റെ ഒരു ബാക്കി പത്രമായിരിക്കാം. മന്തിക്കടയായിരുന്നല്ലോ അത്. മന്തിക്കടയിൽ അപ്പോൾ അല്ല, വെറും മന്തിക്കടയല്ല, അറബിക് ഫുഡ് കിട്ടുന്ന. അതെ, അതും ഒരു അറബിക് ഫുഡാണല്ലോ. ഇപ്പം മന്തി കൊടുക്കുന്നു, സ്വാഭാവികമായിട്ടും അവരൊരു കൃഷ്ണന്റെ പടം, അവരുടെ പ്രൊഡക്റ്റാണ് വലുത്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എത്രയോ ക്ഷേത്രങ്ങളുണ്ടെന്നറിയാമോ? ഈ ക്ഷേത്രങ്ങളെല്ലാം ഉത്സവത്തിൻ്റെ നോട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോട്ടലുകാരുടെ ഇത് കാണും, നമ്മുടെ അടുത്തുള്ള ഹോട്ടലുകൾ. ആ ഹോട്ടലൊക്കെ മുസ്ലിമിൻ്റെ കയ്യിലായിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ കയ്യിലായിരിക്കും ഉള്ളത്, ചിലപ്പോൾ ഹിന്ദുവിൻ്റെ കയ്യിലായിരിക്കും ഉള്ളത്. അവിടെ വിൽക്കുന്നത് ഇറച്ചിയും മീനും ചിക്കനും, അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പടവും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ചെയ്യരുത്. അതെ, പിന്നെ എന്തിനാണ് അവര് സ്വന്തം സ്ഥാപനത്തിന് വേണ്ടി പരസ്യം ചെയ്യാൻ? ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പോവല്ലേ? അപ്പോൾ ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കണം, രാജ്യത്തെ സംരക്ഷണം. ഇപ്പോൾ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ മന്തിക്കടകൾക്കെതിരെ, മന്തിക്കട മാത്രമല്ല, മന്തി നമ്മൾ വന്ന റൂട്ട് മനസ്സിലായല്ലോ, എവിടെ നിന്നാണ് റൂട്ട് വന്നതെന്ന്. അപ്പോൾ കേരളത്തിലെ അറേബ്യൻ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലിലെല്ലാം വരുന്നത് കള്ളപ്പണമാണ്. ആ കള്ളപ്പണത്തെ പറ്റി അന്വേഷിക്കണമെന്നാണ് BJPയുടെ ഇത്. NIAക്ക് കൊടുത്തിരിക്കുന്ന ലെറ്റർ ഏത് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, രാജ്യസ്നേഹം മാത്രം. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മറ്റേത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എത്ര ഹിന്ദുക്കളാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി കാണാൻ കഴിയാതെ വീട്ടിലിരിക്കേണ്ടി വരുന്നത്? കാരണം എന്താ, തെള്ളാണ്. പരിപാടി നടക്കുമ്പോഴത്തേക്കും മറ്റു മതസ്ഥലുള്ള എല്ലാ ആളുകളും വരുന്നുണ്ടല്ലോ. അപ്പം ഹിന്ദുക്കൾക്ക് കാണാൻ കഴിയുന്നത്, അപ്പം ഹിന്ദുക്കൾക്ക് മാത്രം കാണാൻ കഴിയാൻ വേണ്ടിയിട്ടും, പിന്നെ ഹിന്ദുക്കളുടെ ദൈവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കൃഷ്ണനും ശിവനും, അവർക്കൊക്കെ വിഷമമായാലോ? ഈ അവരുടെ പരിപാടിയുടെ ഇടയിൽ യേശുവിനെ വിളിക്കുമ്പോൾ ശിവനും കൃഷ്ണനും അയ്യപ്പനും ഒക്കെ സങ്കടം വരത്തില്ലേ? ഇത് എൻ്റെ പരിപാടിയാണെന്നോ അതോ അവൻ്റെ പരിപാടിയാണെന്നോ അവർ തന്നെ ചിന്തിക്കത്തില്ലേ? അപ്പോൾ ദൈവങ്ങൾക്ക് ഒരു വിഷമം വരാതിരിക്കാൻ, അവർക്ക് മാനസികമായിട്ട് വിഷമം അറിയാലോ, അപ്പോൾ ആ ഫീല് വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്
BJP അവർക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. ഞാൻ പറയുന്നത് ഇതിലും ശക്തമായിട്ട് പോരാടണം. രാഹുൽ, അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, ഈ ഹിന്ദുക്കളുടെ കെയർ ഓഫ് അഡ്രസ് ആണോ BJPക്ക് എന്തും ഉപയോഗിക്കാമല്ലോ. അല്ലെ? എല്ലാ ഹിന്ദുക്കളും BJP ആണെന്ന് അഭിപ്രായപ്പെടുന്നില്ല, പക്ഷേ അല്ല, ഇന്നത്തെ കാലത്ത് അവർ വരുത്തി തീർക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ പേരിനൊപ്പം ഒരു ഹിന്ദു പേരാണെങ്കിൽ നീ സംഖ്യയാണ് എന്ന് അടിച്ചമർത്താൻ ഇപ്പുറത്തൊരു വശത്തെ ആൾക്കാരുണ്ട്. പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇപ്പുറത്തും ആളുകളുണ്ട്, അപ്പുറത്തും ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് ഈ പട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മത്സരം നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതലും ഹിന്ദുത്വ പട്ടം കിട്ടുന്ന ആൾ ആര്, അല്ലെങ്കിൽ ക്രൈസ്തവ പട്ടം കിട്ടുന്ന ആൾ, അതിനെല്ലാം വേറെ പേരുണ്ട്. സംഘി, ക്രിസംഗി, സുഡാപ്പി. പിന്നെ പാർട്ടികളിലേക്ക് വരുമ്പോഴും ഉണ്ട്. BJPക്കാരെ പൊതുവെ സംഘി എന്ന് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ് ആരാണെങ്കിൽ കമ്മി, കൊങ്ങി, CPM ആരാണെങ്കിൽ കമ്മി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. വളരെ രസകരമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ചെന്ന ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ ചെന്ന് കമന്റ് ഇട്ടാ നീ സംഘി അല്ലടാ, നീ സുഡാപ്പി അല്ലേടാ. അല്ല, ഇപ്പൊ നാളെ നമ്മുടെ വീഡിയോക്ക് താഴെ വരും ഒരു സുഡാപ്പി, ഒരു സംഖ്യ ഇരുന്ന്, അല്ലെങ്കിൽ ഒരു കമ്മി ഇരുന്ന് വർത്താനം പറയുന്നു. അല്ല, ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റ് വരും, 2 സുഡാപ്പികൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അല്ല, അതില് രാഹുലിന്റെ പേരില് ഇപ്പൊ എന്റെ പേര് രാഹുൽ ഉണ്ടെങ്കിൽ എന്നെ സുഡാപ്പിയാക്കും. സ്വാഭാവികമായിട്ട് അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. സ്വാഭാവികമായിട്ട് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടാൻ പോകുന്നത് നീ ഒരു സുഡാപ്പി അല്ലേടാ. ഈ 2 സുഡാപ്പികളും കൂടി ഇരുന്ന് ഹിന്ദുക്കളെ വിമർശിക്കാൻ നിങ്ങൾ ആരാണ്? ഇതായിരിക്കും വരാൻ പോകുന്നത്. ഏത് രാജ്യസ്നേഹം, വേറൊന്നുമല്ല, ഒന്നും വിചാരിക്കരുത്. അത് ഒരു നമുക്ക് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ പഠിക്കുന്ന 1947 ഓഗസ്റ്റ് 15 ശേഷം എന്നാണ്. പക്ഷെ ചില പ്രത്യേക ആൾക്കാർക്ക് 2014 ശേഷമാണ് ആ ഒരു രാജ്യസ്നേഹം തലയ്ക്ക് കയറി തുടങ്ങിയത്. അവരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ ആഷിക്ക് വളർന്നിട്ടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ആരും വളർന്നിട്ടില്ല. BJPയുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും വളർന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യസ്നേഹമാണെന്നേ. ഇപ്പോൾ ശിവനും കൃഷ്ണനും അയ്യപ്പനും ഒക്കെ ഉള്ള ഇന്ത്യയിൽ യേശുവിനും അള്ളാഹുവിനും ഒക്കെ സ്പേസ് കൊടുക്കുമ്പോൾ ഈ ശിവനും കൃഷ്ണനും ഒക്കെ വിഷമിക്കത്തില്ലേ? ഈ ദൈവങ്ങൾക്ക് മാനസികമായിട്ടൊരു വിഷമം പോലും ഉണ്ടാവരുത്. ഈ ഇന്ത്യയിൽ അവർക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം കഷ്ടപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ കഷ്ടപ്പാടുകൾക്ക് വിലയുണ്ടാവും. അത് മാത്രമല്ല രാഹുൽ, ഇപ്പോൾ ഈ ഒരു മന്തിക്കടകൾക്കെതിരെ NIA അന്വേഷണം വേണമെന്ന് ഒരു ലെറ്റർ ഉണ്ടല്ലോ. ഇതിനു മുമ്പ് വേറെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം എങ്ങനെ അഡ്വക്കേറ്റ് ആയെന്നും നമുക്ക് ചോദിക്കുന്നില്ല. അതായത് നമ്മുടെ അൽത്തമർ എന്നുള്ള ഒരു ചെയിൻ ഓഫ് ബിസിനസ്, അതായത് നട്ട്സ്, പ്രീമിയം നട്ട്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം, ഒരു ശൃംഖലയാണ്. അപ്പോൾ അവരുടെ ഷോപ്പിൽ ആള് കയറുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ കച്ചവടം നടത്താതെ ഇവരെങ്ങനെ ഈ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്നു, പുതിയ സ്റ്റോക്ക് ഇറക്കുന്നു, അത് അവരെങ്ങനെ നിലനിന്ന് പോകുന്നു എന്ന് ഇദ്ദേഹത്തിന് ഭയങ്കര സംശയം. അപ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു, ഇവന്മാരുടെ ഷോപ്പിലൂടെ ആയിരിക്കും ഈ കള്ളപ്പണവും ഈ ദേശവിരുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ചാരന്മാരുടെ പണം ഒഴുകി എത്തുന്നതെന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി. അപ്പോൾ അതുപോലുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംശയമാണ് ഇപ്പൊ ഈ ഒരു ദേശസ്നേഹികൾക്ക് പ്രത്യേകം വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവരെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യ അന്വേഷണ സംഘം പോലെ പോകണം. അതെ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവരൊരു ലെറ്റർ കൊടുത്തിട്ട് അവിടെ ജോലി ചെയ്തിട്ട് അവിടെ സെയിൽസിലോ മറ്റേന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ലോഡ് എടുക്കാനോ വല്ലതും പോവുക. എന്നിട്ട് രഹസ്യമായിട്ട് അന്വേഷിക്കുക, ഈ ലോഡുകൾ എങ്ങോട്ട് പോകുന്നു, ഈ ലോഡുകൾ എവിടെ നിന്ന് വരുന്നു. തീർന്നില്ലേ? ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പട്ടാളക്കാർ അവർ ആത്മാഭിമാനത്തിന്റെ പേരിൽ മറ്റുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനും അവിടെ ഇവിടെ എല്ലാം പോയി ചാരവൃത്തി നടത്തി വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് പറയാനാണെങ്കിൽ അജിത് ഡോവൽ, അദ്ദേഹത്തിന്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇൻസ്പിറേഷനാണ്. നമ്മുടെ രോമം വരെ എണ്ണീറ്റ് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്പിറേഷനുള്ള സ്റ്റോറികളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചെന്ന് അന്വേഷിക്കണം. ആ കടയിൽ എന്താണ് സംഭവിക്കുന്നത് അന്വേഷിച്ച് കണ്ടെത്തണം. രാവിലെ ഇപ്പോ നിനക്ക് വാശി കയറുമ്പോൾ നീ എന്ത് ചെയ്യും? അവരെ മാറിയിരുന്ന് കുറ്റം പറയുമോ, അതോ സ്വന്തമായിട്ട് സംരംഭം ഉണ്ടാക്കി നിന്റെ ആൾക്കാർക്ക് ഒരു തൊഴിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യുമോ? എന്താ ചെയ്യുക സാധാരണ? ഈ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ വാശി കാണിക്കാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം
മുസ്ലിം വൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ വലിയ രീതിയിൽ ആക്ഷേപം നേടുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഇത് അറേബ്യൻ ഫുഡ് കിട്ടുന്ന ഏത് ഹോട്ടലിൻ്റെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും വായിക്കാൻ പറ്റാത്തൊരു പേരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വായിക്കാൻ പറ്റാത്ത പേര്, ഇത് തന്നെ ഇവിടെയാണ് അതുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ വർഷങ്ങളായിട്ട് ഗൾഫിലോ അവിടെ ഇവിടെ, എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കടകൾ നടത്തുന്ന ആളുകൾ. അവർ ഗൾഫിൽ കിടന്ന് വർഷങ്ങളോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ കെട്ടിപ്പോട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന, അവിടെ ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ ഇവിടെ വന്നിട്ടൊരു മന്തിക്കടയോ അല്ലെങ്കിൽ അത്തരത്തിൽ അറേബ്യൻ ഫുഡ് കിട്ടുന്നൊരു ഹോട്ടൽ തുടങ്ങും. ചില ഹോട്ടലൊക്കെ വളരെ രീതിയിൽ സക്സസ് ആവും. ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് തുടങ്ങുന്നതും ഏറ്റവും കൂടുതൽ പൂട്ടിപ്പോകുന്നതും ഹോട്ടൽ ബിസിനസ്സുകളാണ്. അതിൽ തന്നെ ബിസിനസ് കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതായത് പൂട്ടിപ്പോകുന്ന ഹോട്ടലിൽ നിന്നും പുതിയ ഹോട്ടലിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പം എന്ത് തന്നെയാണെങ്കിലും തങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ബിസിനസ് അത് മറ്റുള്ളവരുടെ ജാതിക്ക് വേണ്ടി അത് ഒഴിവാക്കണോ, അല്ലെങ്കിൽ അവരെ പേടിച്ച് വേണോ ബിസിനസ് ചെയ്യാൻ? തികച്ചും രാജ്യ താല്പര്യം. മാമനോടൊന്നും തോന്നരുത്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് സുഹൃത്തെ. ഇതിനകത്തൊന്നും ഞങ്ങൾ BJP-ക്കാരെ, ഇപ്പോൾ തൃശ്ശൂരിലുള്ള BJP-യുടെ ഇന്റലക്ച്വൽ സെല്ലാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ആളുകളെ നിങ്ങൾ പരിഹസിക്കരുത്. ഇത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടി മാത്രമാണ്.